മക്കളെ നമസ്കാരം. എല്ലാവർക്കും പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ചെടി താഴേന്ന് നമ്മൾ മുകളിലേക്ക് ഇങ്ങനെ കയറി എവിടം വരെ എത്തി? നമ്മൾ ആ ആ ഇ ഈ. അടുത്ത കൊമ്പേതാ? ഉ. ഇത് നമ്മൾ വലതുഭാഗത്തൂടി പോകുന്നത് നമ്മൾ ഇതുവരെ പഠിച്ച എല്ലാ സ്വരങ്ങളുടെയും ശബ്ദം നമ്മൾ വ്യഞ്ജനങ്ങൾക്ക് കൊടുക്കുമ്പോൾ ചിഹ്നം വലതുഭാഗത്ത്. അപ്പോൾ പുതിയ അക്ഷരം ഉ. അതിക്ക് മുന്നേ നമ്മുടെ നിബന്ധനകൾ ഉപയോഗിക്കാം. ആ തുടങ്ങുന്ന എല്ലാ വാക്കുകളും എടുക്കാം. ഒപ്പം വ്യഞ്ജനങ്ങൾക്ക് ആ ശബ്ദം കൊടുത്തുകൊണ്ടുള്ള എല്ലാ വാക്കുകളും. എത്ര എണ്ണം? ഒരു ആയും 36 വ്യഞ്ജനങ്ങളും. അടുത്തത് ആ. ആയിൽ തുടങ്ങുന്ന വാക്കുകൾ എഴുതാം. ദീർഘം ചേർത്ത 36 വ്യഞ്ജനങ്ങൾ ചേർക്കാം. അടുത്തതോ ഇ. ഈയിൽ തുടങ്ങുന്ന വാക്കുകൾ എഴുതാം. വള്ളി ചേർത്ത 36 വ്യഞ്ജനാക്ഷരങ്ങളും ചേർക്കാം. അടുത്തത് ഈ. ഈയിൽ തുടങ്ങുന്ന വാക്കുകളും എട്ടുവള്ളി ചേർത്ത 36 അക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും ചേർക്കാം. പിന്നെ കൂടാണ്ട് ഒരു കൂട്ടത്തിൽ ചേർക്കാമല്ലോ, ചില്ലക്ഷരങ്ങൾ. 5 ചില്ലക്ഷരങ്ങളെ ചേർക്കാം. മാറ്റി നിർത്തേണ്ടത് ആരെയൊക്കെയാണ്? ചന്ദ്രകല ചേർത്തിട്ടുള്ള ഒരു കൂട്ടക്ഷരവും വേണ്ട. ചന്ദ്രകല അവസാനം വന്ന് തീർക്കുന്ന വാക്കുകൾ അതും വേണ്ട. പിന്നെ ആരെ വേണ്ട? അനുസ്വാരം വേണ്ട. വിസർഗം സാധാരണ നമ്മൾ ഉപയോഗിക്കാറില്ല അങ്ങനെ കൂടുതലായിട്ട്. അപ്പോൾ നമ്മളുടെ ക്ലാസ്സിലേക്ക് ഉ. എത്രാമത്തെ അക്ഷരമാണിത്? ആ ഇ ഈ ഉ. ഉ. ഊ വച്ചിട്ടുള്ള വാക്കുകൾ ആദ്യം എഴുതാം. അപ്പോൾ പുതിയ പേജ് എടുക്കുക. ഇവിടെ എന്തെഴുതണം? ഉ. ഊ വച്ചിട്ടുള്ള വാക്കുകൾ നമുക്ക് പറയാം. അപ്പോൾ ആ ഊ വച്ചിട്ടുള്ള വാക്കുകൾ എഴുതുമ്പോഴും നമുക്ക് എന്തെല്ലാം ഉപയോഗിക്കാം? ദീർഘം ഉപയോഗിക്കാം, വള്ളി ഉപയോഗിക്കാം, കെട്ടുവള്ളി ഉപയോഗിക്കാം. ഇപ്പോഴും നമ്മൾ സിമ്പിളായിട്ട് പറയുന്ന ഒരു വാക്കാണ് ഉറ, അല്ലേ? കവർ എന്നുള്ള അർത്ഥം. ഉറി എഴുതാമല്ലോ. വള്ളി ഇട്ട് ഉള്ള വാക്ക് എഴുതാം. ഉമ, ഉമി. ഉരൽ, ഉയിർ, ഉശിർ, ഉശിരൻ. ഉടമ, ഉദാരത, ഉദാരമായ. ഉപകാരി, ഉപമ, ഉപരി, ഉരസൽ. ഉഷ, ഉഷാർ, ഉളി. ഇവിടെ നമുക്ക് ഉരുൾ എന്നെഴുതാൻ പറ്റുമോ? ഉരുൾ പറ്റൂല. കാരണം അവിടെ നമ്മൾക്ക് ഉ എന്നുള്ള ചിഹ്നം ഉപയോഗിക്കാതെ ഉള്ള വാക്കുകൾ അതുവരെ അല്ലേ? അപ്പം അടുത്ത ഭാഗത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ വരക്കുക. ഇവിടെ ഉകാരം അല്ലെങ്കിൽ കുനിപ്പ് ഉപയോഗിച്ചിട്ടുള്ള, അല്ലേ? അപ്പം ഉകാരം, കുനിപ്പ് ഉപയോഗിച്ച വാക്കുകൾ എഴുതാം. അപ്പം നമുക്ക് അവിടെ എന്തൊക്കെ എഴുതാം? ആ വച്ചിട്ട് തുടങ്ങുന്ന എഴുതാം. ആ ഇ ഈ. പിന്നെ ഉ. അതിൻ്റെ അകത്തൊക്കെ ഈ ചിഹ്നം ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, വാക്കുകൾ നോക്കിയേ. ആ വച്ചിട്ടാണെങ്കിൽ അരുൾ. ആ വച്ചിട്ടാണെങ്കിലാ ആലുവ. സ്ഥലം എല്ലാവരും കേട്ടിട്ടില്ലേ? ഈ വച്ചിട്ടാണെങ്കിലാ ഇരുൾ, ഇരുവർ എന്നൊക്കെ എഴുതാം. ഈ വച്ചിട്ടാണെങ്കിലാ ഈ യുലകിൽ, ഈ യുലകിൽ. യായോടുകൂടി ഉലകിൽ എന്നുള്ളതിന് ഒന്നിച്ച് ചേർക്കാം. ഈ ഉലകിൽ എന്നുള്ളതിൻ്റെ ഒറ്റ വാക്കാണ് ഈ യുലകിൽ. എന്താണ്? കുനിപ്പ് ചേർത്തു. ഓക്കെ, ഇനി നമുക്ക് ഊ വച്ചിട്ട് എഴുതാം. ഊ വച്ചിട്ട് ഉകാരവും കൊടുത്തിട്ടുള്ള വാക്കുകൾ എഴുതുമ്പോൾ ഉരുൾ, ഉലുവ, അല്ലേ? കുനിപ്പ് ചേർത്ത് എഴുതാം. ഇനി ചിത്രത്തിൽ നോക്കിയേ, എന്താണ് അവിടെ കാണുന്നത്? നമ്മൾ കൊട എന്ന് പറയുന്ന കുട, അല്ലേ? അപ്പം കു വച്ചിട്ട് ആദ്യം നമ്മൾ സാധാരണ വ്യഞ്ജനങ്ങൾ ചേർന്ന് നമ്മൾ കായല്ലേ എടുക്കുന്നത്. കു വച്ചിട്ട് കുട. അപ്പോൾ ടീച്ചർ ഇപ്പോൾ കു എന്നുള്ള അക്ഷരം അവിടെ തന്നെ നിർത്തിയിട്ടാണ് ബാക്കി എഴുതാൻ പോകുന്നത്.
ടാ മാറ്റിയിട്ട് എന്താ എഴുതിക്കുന്നു വായിച്ചേ. എന്താണത്? കുല. അടുത്തത് കുര, കുഴ, കുടൽ, കുഴൽ, കുടി, ഇകാരം കൊടുത്തു, കുഴി, കുടിൽ. ഓക്കെ. ഇനി കുര, കുരവ, കുളിർ, കുരവയിടുക, കുടവയർ. അപ്പം കൂ വെച്ചിട്ട് എത്ര വാക്കുകൾ നമ്മൾ എഴുതി നോക്കിയേ. ച വച്ചാണെങ്കിൽ ചുഴി, ചുരുൾ, ചുമ, ചുമൽ, ചുമലിൽ, തുവര, നുര, തുണി, തഴുകൽ, പഴുതാര, മഴു, സുനിൽ, യുവതി, രുചി, ലുസി, ലുലു, ലുലുമാൾ, ശുനകൻ, പുരുഷൻ, മുള, മുറി, മുറവിളി, പുര, പുക, പുകവലി, പുതിയ, പുതുമ, പുരാണകഥ. ഇഷ്ടംമാരെ വാക്കുകളായിപ്പോൾ. നിങ്ങൾക്കതിൽ നിന്ന് ഇഷ്ടപ്പെട്ട വാക്കുകൾ പരമാവധി, ഇപ്പോൾ ഈ ഒരു പേജല്ല, നിങ്ങൾക്ക് ഒരു പേജ് ഫുൾ എടുക്കണോ, എഴുതിക്കോ. ഓക്കെ. ഇനി നമ്മൾ അടുത്തത് എന്താ? വാചകത്തിലോട്ട് കടക്കാൻ അല്ലേ. വാചകത്തിലോട്ട് കടക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താ? ഇപ്പം നമ്മളിവിടെ ഉകാരം ഉപയോഗിച്ചിട്ടുള്ള വാക്കുകൾ ഇവിടെ എഴുതുമ്പോൾ എന്തൊക്കെ എഴുതണം? ആ 36, ആ 36, ഈ 36, ഈ 36, ഉ 36, ചില്ലുകൾ. ഓക്കെ, പറയാം നമുക്ക്. വാചകങ്ങൾ പറഞ്ഞാലോ. കസറി, കസറി എന്ന് പറഞ്ഞാൽ കസറുക. കസറി, സാരിയിൽ കസറി, നീല സാരിയിൽ കസറി. ഇപ്പം നമുക്കൊരു ചിഹ്നം വന്നില്ല. ആരാ? ഉകാരം വന്നില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ചേർക്കാൻ പറ്റിയ ഉ എന്നുള്ള ചിഹ്നമുള്ള എന്തെങ്കിലും അവിടെ ചേർക്കുക. അപ്പം കസറിൽ സുഷമ, നീലസാരിയിൽ കസറി. അല്ലെങ്കിലോ യുവതികൾ, നീലസാരിയിൽ കസറി. ഓക്കെ, നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാം കേട്ടോ. കഴുകി, കഴുകി, പുര കഴുകി. എന്താ കഴുകിയത്? പുര. പുര കഴുകി. എങ്ങനെയാണ് കഴുകിയത്? ഉഷാറായി പുര കഴുകി. ഉഷാറായി. ഇവിടെ നമുക്ക് ഏത് ചിഹ്നമില്ലാതെ വന്നത്? കഴുകി എന്നുള്ളതിന് ഉകാരവും വള്ളിയും വന്നു. പുര കഴുകി എന്നുള്ളതിലും ഉകാരവും വള്ളിയും വന്നു. ഉഷാറായി പുര കഴുകി എന്ന് വന്നപ്പോൾ ആ ദീർഘവും വന്നു. ഉഷാറായി. ഇവിടെ നമുക്ക് നഷ്ടപ്പെട്ട ചിഹ്നം ഏതാ? കെട്ടുവള്ളി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കെട്ടുവള്ളിയോടുകൂടി ചേർത്തിട്ടുള്ള ഒരു വാക്ക് അടുത്ത വരിയുടെ ആദ്യ ഭാഗത്ത് ചേർക്കണം. ശീല, ദീപ, സീത. ഒന്നില്ലേ? നിങ്ങളുടെ ബുദ്ധി പ്രയോഗിക്കുക. സീത, ഉഷാറായി, പുര കഴുകി. അല്ലെങ്കിൽ ശീതൾ. ഉപയോഗിക്കാത്ത വാക്കുകളൊക്കെ എടുക്കുക. കുടവയറൻ അവറാൻ, കുരവയിടാൻ മടിയൻ. കുടവയറൻ അവറാൻ, കുരവ ഇടാനൊക്കെ മടിയ. എല്ലാത്തിനും മടിയ. കുടവയറൻ അവറാൻ, കുരവയിടാൻ മടിയൻ. അല്ലെങ്കിൽ കുടവയറൻ അവറാൻ, പുര കഴുകാൻ മടിയൻ. കുടവയറൻ അവറാൻ, തുണി കഴുകാൻ മടിയൻ. ഇഷ്ടമുള്ള ചേർത്തെഴുതാം കേട്ടോ. ഓക്കെ, ഒരു ചെറിയ കവിത പാടി നമുക്ക് അവസാനിപ്പിക്കാം. ഒരു ചോദ്യോത്തരപ്പാട്ട്. ഉരുളി എന്ന് കേട്ടിട്ടില്ലേ? ഉരുളി. ഉരുളിയിൽ കിടന്ന് ഉരുളണമെങ്കിൽ എങ്ങനെ ഇരിക്കണം? ഒരു ബോഡി ലാംഗ്വേജൊക്കെ അതിനനുസരിച്ചായിരിക്കണം അല്ലേ? അപ്പം ചോദ്യം, ഉരുളിയിൽ ഉരുളണ താരാട. ഉരുളിയിൽ ഉരുളണ താരാട. ഉരുളണത് ആരാട? ഉരുളിയിൽ ഉരുളണ താരാട. ഉരുളുന്നത് എന്ന് പറയാൻ പാടില്ല, കൂട്ടക്ഷരവും ചന്ദ്രകലയൊക്കെ വരും. ഉരുളിയിൽ ഉരുളണ താരാട. ഞാനാട കടുകുമണി. ഫ്രണ്ട്സ് ആകുമ്പോൾ എടാ പൊടാന്നൊക്കെ വിളിക്കാം.
ഉരുളിയിൽ ഉരുളണ താരാട ഞാനാട കടലമണി. ഉരുളിയിൽ ഉരുളണ താരാട ഞാനാട പയറുമണി. അവിടെ നമുക്ക് തൽക്കാലം ചെറുപയർ അട്ടാണി എന്നൊന്നും ചേർക്കാൻ പറ്റില്ല, വൻപയർ എന്നുള്ള ചേർക്കാം. ഉരുളിയിൽ ഉരുളണ താരാട ഞാനാട വൻപയർ. എന്താണ് ചെറുപയറും അട്ടാണിയും ചേർക്കാൻ പറ്റാത്തത്? ചെറുപയറിൽ ശബ്ദമുണ്ട്, അട്ടാണിയിൽ കൂട്ടക്ഷരമുണ്ട് അല്ലേ? ഓക്കെ, അപ്പം ഇന്ന് നമ്മുടെ 6ാമത്തെ ക്ലാസ്സാണ്. എല്ലാം കൃത്യമായിട്ട് പഠിച്ചാൽ ഉറപ്പ് അക്ഷരവും ചിഹ്നമൊക്കെ നിങ്ങൾക്ക് ഉറക്കും കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ എണ്ണങ്ങളാണ്, ചിഹ്നങ്ങളുടെ എണ്ണങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ആദ്യത്തെ ഭാഗമുണ്ട്. അതൊക്കെ ഒന്ന് കൃത്യമായിട്ടൊക്കെ ഉറപ്പിച്ചാൽ ചിഹ്നങ്ങളൊക്കെ അങ്ങോട്ട് ഇല്ലേ, അക്കങ്ങളെടുത്തൊരു പാട്ട്, ഒരു ഡ്രോയിങ് സെൻറ്റൻസ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിഞ്ഞു. അടുത്ത ദിവസം അടുത്ത ക്ലാസ്സിൽ. നന്ദി, നമസ്കാരം.